നമസ്കാരം. ഹനുമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വെറ്റിലമാല. വെറ്റില ഇങ്ങനെ നല്ല ഭംഗിയിൽ കോർത്തിട്ട് ഹനുമാന്റെ കഴുത്തിലൊക്കെ അണിയിച്ചു കൊടുക്കും. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ, നാലമ്പലത്തിനകത്ത് ഒരു തൂണുണ്ടല്ലോ, അതിലൊരു ഹനുമാന്റെ ശില്പമുണ്ട്. അവിടെയൊക്കെ ഭക്തരെ ഈ വെറ്റിലമാലയൊക്കെ കൊണ്ടുവന്ന് ചാർത്തുന്നത് കാണാം. കുങ്കുമവും അഭിഷേകം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ കുങ്കുമത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, സ്ത്രീകള് ഹനുമാന്റെ ദേഹത്ത് നിന്ന് കുങ്കുമം തൊടരുത്, നേരിട്ട് തൊടരുന്നാണ് പറയാ. താഴെയുള്ള ട്രേ ഉണ്ടല്ലോ, അതിൽ കുങ്കുമം വീണെടുക്കുന്നുണ്ടാവും, അതിൽ നിർത്തി തൊടണമെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി വെറ്റിലമാലയെ കുറിച്ച് പറയാം. ഈ വെറ്റിലമാല ചാർത്തി കഴിഞ്ഞാലേ, ഈ ഭക്തർ കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞാലേ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരും. ക്ഷിപ്രപ്രസാദിയാണെന്ന് പറയാലോ. ഹനുമാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെറ്റിലമാലയൊക്കെ കൊണ്ടുപോയിട്ട് ചാർത്തുന്നത്. അപ്പൊ ഇന്ന് മുതലാണ് ഈ വെറ്റിലമാല ഹനുമാനെ പ്രിയപ്പെട്ടതായി എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. രാമായണത്തിലുള്ള കഥയാണ്. ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ചു. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയില്ലോ, എന്നിട്ട് അശോകവനിയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ സീതയെ അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. സീതയെ കണ്ടെത്തി. എന്നിട്ട് പറഞ്ഞു തന്നെ ശ്രീരാമൻ ഇങ്ങോട്ട് അയച്ചതാണ്, ദൂതനായിട്ട് അയച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ സീതാദേവിക്ക് നല്ല സന്തോഷമായി. ആ അടയാളമായിട്ട് മോതിരമൊക്കെ കൊടുത്തു. അപ്പോൾ സീതയ്ക്ക് മനസ്സിലായി, ശ്രീരാമദൂതനായിട്ടാണ് ഹനുമാൻ വന്നിരിക്കുന്നത്, തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ആ സന്തോഷം കൊണ്ട്, സന്തോഷമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ ഈ സന്തോഷം നൽകിയവർക്ക്. അപ്പോൾ എന്താ കൊടുക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ തൻ്റെ തലയിൽ ചൂടിയിട്ടുള്ള ആ ഒരു ചൂടാരത്നം, അത് അടയാളമായിട്ട് ഹനുമാനെ ഏൽപ്പിച്ചു, അതായത് ശ്രീരാമന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. ഹനുമാന് പക്ഷെ എന്താണ് സമ്മാനം നൽകുക, അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ്, അശോകവനിയാണല്ലോ, ശരിക്കും ഒരു കാടാണ്, നിറയെ അശോക മരങ്ങൾ തിങ്ങി നിൽക്കുന്നത്. അവിടെ ഈ മരത്തിന് മുകളിലേക്ക് ഒരു വെറ്റിലക്കൊടി ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടായിരുന്നു. വേഗം പോയിട്ട് അത് പറിച്ചു കൊണ്ടുവന്നിട്ട് മാലയാക്കി ഹനുമാന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു സീതാദേവി. വെറ്റിലയുടെ ആ വള്ളി ആ മുഴുവൻ ഇങ്ങനെ പറിച്ചിട്ടും മാലയാക്കിയിട്ട് ചാർത്താലോ. അത് ചാർത്തിയപ്പോൾ ഹനുമാൻ ഉണ്ടായിട്ടുണ്ട് ഒരു സന്തോഷം. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീതാദേവി തൻ്റെ കഴുത്തിൽ അണിയിച്ചു തന്ന മാലയാണ് ഈ വെറ്റിലമാല. അപ്പൊ നമ്മളും ഹനുമാൻ ഇങ്ങനെ വെറ്റിലമാലയൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് ഇതേ സന്തോഷമാണ് ഹനുമാന് തോന്നുക. ഇത് സീതാദേവി കഴുത്തിൽ അണിയിച്ച ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഹനുമാന് തോന്നുകയെന്ന്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹനുമാന്റെ അടുത്ത്, ആ ഒരു സന്തോഷം കൊണ്ട് അതെല്ലാം അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് നൽകുന്നതാണ് പറയുക. അതായത് ഉടനെ തന്നെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു തരും ഹനുമാൻ എന്നാണ് പറയണത്. അപ്പൊ അന്ന് മുതലാണ് ഈ ഒരു കഥയാണ് പറയാറുള്ളത്, ഹനുമാനെ വെറ്റിലമാല എത്രത്തോളം പ്രിയപ്പെട്ടതായത് എന്നുള്ള ആ ഒരു കഥ. അപ്പൊ നമ്മളും ഇതുപോലെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ് പറയുക. അപ്പൊ ഇനി ഹനുമാനെ കാണാനായിട്ട് പോകുമ്പോൾ, ഹനുമാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ വെറ്റിലമാലയൊക്കെ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചോളൂ കേട്ടോ.